ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൽ കേക്കാണ്. ഒരു 4 മണി സ്നാക്കാണ്. നമുക്ക് ചായക്കടകളിൽ, പണ്ടൊക്കെ നാട്ടുപ്രദേശങ്ങളിൽ ചായക്കടകളിൽ കിട്ടുന്ന ഒരു അടിപൊളി 4 മണി സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഒഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്യാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം കേട്ടോ. ഇത് രണ്ടും ഒരേ സാധനം ആയാലും കുഴപ്പമില്ല, രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല. ഇതൊന്ന് പതുക്കിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഏലക്കായയും കൂടെ പൊടിച്ച് വെച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ, പൊടിച്ച പഞ്ചസാരയാണ്, നല്ലതൊന്നും അലിയുന്നത് നമുക്ക് മുട്ടയൊന്ന് പതപ്പിച്ച് കൊടുക്കാം. വല്ലാതെ ബീറ്റിയൊന്നും വേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവേ വേണ്ടു. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയൊരു 1/4 സ്പൂണിൻ്റെ അത്രയ്ക്ക്, 1/2 സ്പൂണിൻ്റെ അത്രയ്ക്ക് ഒരു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ തന്നെ വേണം കേട്ടോ. ബേക്കിംഗ് പൗഡർ വേണ്ട, ബേക്കിംഗ് സോഡ തന്നെയാണ്. ഒരു നല്ലതുപോലെ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ചെറിയ സ്പൂണുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നമുക്ക് ചേർക്കാം, കാരണം ഞാൻ പാൽ കേക്ക് എന്നാണ് ഇതിന് പറഞ്ഞത്. 2 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ചേർക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ഒഴിവാക്കാൻ നിൽക്കണ്ട. പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാല് ചേർക്കാം. ഇനി ഇത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ആ വെള്ളത്തിന് പകരം നമുക്ക് പാല് ചേർക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചതിൻ്റെ മാവിൻ്റെ പരുവ് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് വെള്ളമോ പാലോ ചേർക്കാം കേട്ടോ. പാൽപ്പൊടി ഇല്ലെങ്കിൽ പാലിന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ പൊടി ചേർത്ത് പാല് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ. നമുക്ക് ഇപ്പോൾ പാൽപ്പൊടി ഇല്ലാത്തവർക്ക് ഈ ചൂടുവെള്ളം ഒഴിക്കുന്നതിന് പകരം പാല് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് കുഴച്ചിത്തിരി പരുവം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവ് എന്ന് പറയാനില്ല, ഏകദേശം ഒരു അളവേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. നല്ലപോലെ കുഴക്കണം കേട്ടോ. ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, 1 കപ്പ് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് പൊടി കൂടുതൽ എടുക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വെള്ളം കുറച്ച് കൂടിപ്പോയി, പൊടി ചേർക്കാത്തവർക്ക്, പാൽപ്പൊടി ചേർക്കാത്തവരാണെങ്കിൽ പാലാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തിരി പൊടി കൂടി പോകും. അപ്പോൾ ഇത്തിരി കൂടി പൊടി ഇട്ടിട്ട് ഈ മിക്സ് ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ഈ മിക്സ് നമുക്കൊരു 5 മിനിറ്റ് ഇവിടെ വെക്കാം. നല്ല സോഫ്റ്റ് ആയാലാണ് പാൽ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഞാനിപ്പോൾ 100 വീഡിയോസിലധികം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ ഇട്ടോളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഈ സമയത്ത് നമുക്ക് പഞ്ചസാര പാനിയാക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ കേക്ക് വറുത്തിടാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു നൂൽ പരുവ് അങ്ങനെയൊന്നും ആവണ്ട, വെറുതെ ഒന്ന് അത് അലിഞ്ഞ് കിട്ടിയാൽ മതി. വെറുതെ പഞ്ചസാര സിറപ്പാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് ഒരു സിറപ്പായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോണ്. ഇനി നമുക്ക് എന്താ പറയുക, ഇത് ഒരു നൂല് പരുവൊന്നും ആവണ്ട കേട്ടോ. ഇങ്ങനെ വെറുതെ അലിഞ്ഞാൽ മതി. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ നമ്മളുടെ മിക്സിനെ 2 ബൗളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പരത്താൻ പോണ് ഞാൻ. ഇത്തിരി കനത്തിൽ പരത്തണം കേട്ടോ. നമുക്ക് മറ്റേ ഈ എന്താ പറയുക, ടേബിൾമേ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇത് പ്രസ്സുമ്മയാണ് പരത്തുന്നത്. മറ്റേ ചപ്പാത്തിയുടെ പരത്തുന്ന കോലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പരത്താം. എൻ്റെ കയ്യിൽ ചപ്പാത്തി പരത്തുന്ന കോലില്ല, ഞാൻ അതെല്ലാം എപ്പോഴും ചെയ്യാറ്. പിന്നെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം.
ഇത് ഇത്രയും കനം വേണം കേട്ടോ. ഇത്തിരി കനം ഉണ്ടായാലാണ് നമുക്ക് വറക്കുമ്പോൾ അതിന് നല്ല ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് ഞാൻ ഇത് ഈ കനം വേണം കേട്ടോ. കുറച്ച് വല്ലാതെ കനം കൂടിയ ഉള്ളു വേവില്ല. കനം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ പറയുക, ഒട്ടിയോണായിരിക്കും പാൽ കേക്ക്. ഇത്രയും കനത്തിൽ വേണം നമുക്ക് മുറിച്ചെടുക്കാൻ. പാൽ കേക്ക് നീളത്തിലായതുകൊണ്ട് ഞാൻ നീളത്തിൽ തന്നെ, ഇത്രയും നീളം വേണ്ട, ഞാൻ ഇതിന് നടു മുറിക്കും. അപ്പോൾ നമ്മുടെ പാൽ കേക്കിനുള്ളത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മിക്സ് നമ്മൾ നേരത്തെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇത്രയും വീതി വേണം കേട്ടോ. ഇത്രയും വീതിയിൽ നമുക്കിതിനെ വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതിൽ വറുക്കാം. നെയ്യിൽ വറുത്താൽ വല്ലാതെ നെയ്യിൻ്റെ കുത്താവും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. കാരണം നമ്മൾ ചായക്കടയിലൊക്കെ ഇത് കിട്ടാറുണ്ട്. ഇത് നിങ്ങൾക്ക് വറുത്ത് സാധനം കാണുമ്പോൾ മനസ്സിലാവും പാൽ കേക്ക് എന്ന് പറഞ്ഞിട്ട്. ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരാണ് കേട്ടോ പറയുക. അപ്പോൾ അത് അറിയാം. അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മുടെ വറുത്തത് ഇട്ടിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ്. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പനി ഇവിടെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ. ആ ചൂടിൽ വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഈ പഞ്ചസാരപ്പനിയൊക്കെ കുടിച്ച് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിലൊന്ന് ഒരു 5 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ. അപ്പോൾ പഞ്ചസാരപ്പനിയിൽ കിടന്ന് ഇതുമേ നല്ല മധുരമൊക്കെ പിടിച്ചോളും. ആ വെള്ളമൊക്കെ വലിച്ചിട്ട് പഞ്ചസാരപ്പനി വലിച്ചെടുത്ത് ഇത് നല്ല സോഫ്റ്റ് ആവും. ഇതൊരു 10 മിനിറ്റ് ഇതിനകത്ത് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. എന്നാൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ പനി അടിയിലുള്ളതിൽ മാത്രമേ കിട്ടുള്ളൂ, മുകളിലേക്ക് കിട്ടില്ല. ഇത് ഇളക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ എല്ലായിടത്തേക്കും കിട്ടും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണ് പഞ്ചസാരപ്പനി എന്നുണ്ടെങ്കിൽ അത് ചൂടാറിപ്പോവും. ഒരു ചെറു ചൂട് വേണം, എന്നാലാണ് നമുക്ക് ഇത് നന്നായിട്ട് ഇതുമ്മ പിടിക്കുകയുള്ളൂ. അഥവാ തണുത്തു പോയി എന്നുണ്ടെങ്കിൽ പഞ്ചസാരപ്പനി ഒന്നും കൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. സ്വാദിഷ്ടമായ പാൽ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാക്കി നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവും. പോരാത്തതിന് ഇപ്പോൾ നമുക്ക് മറ്റേ കിറ്റിൽ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.